വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് റോസസിൻ്റെ സെയിലുമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്ന വെറൈറ്റി. ഒരു പിങ്കും ഒരു വൈറ്റും, പിങ്കല്ല ഒരു സാൻഡൽ കളറും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു റോസാണ്. അത്യാവശ്യം വലിയ പൂവാണ്, നല്ല വലിപ്പമുള്ള പൂവാണ്. വീഡിയോ കാണുന്നത് പോലെ തന്നെ അതിമനോഹരമാണ് കാണാനായിട്ട്. ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. സൂപ്പറാണ് ഈ ഒരു ഫ്ലവർ, അത്യാവശ്യം ഫ്രാഗ്രൻറ്റും ആണ്. ഇതിൻ്റെ രണ്ട് തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി തൈകളൊന്നും നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന വീഡിയോസിൽ ഒരുപാട് തൈകളൊന്നുമില്ല. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സെയിലിനായിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ടൊരു ടൈഗർ റോസ് വെറൈറ്റിയാണ്. ഇതാണ്, അടിപൊളിയാണ്. ഒരു മജന്ത യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റോസാണ്. സൂപ്പറാണ് കാണാനായിട്ട്. ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇങ്ങനെ നിറയെ പൂത്തുന്നു. ഇപ്പോൾ ഒരു പ്ലാന്റിൽ 3 ഫ്ലവേഴ്സാണ് കേട്ടോ നിൽക്കുന്നത്. അതുപോലെ ഫ്ലവർ ഇങ്ങനെ നിറഞ്ഞു പൂക്കും. നമ്മുടെ ടൈഗർ റോസ് വെറൈറ്റിയുടെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരു പ്ലാന്റിൽ 3 ഇത് നിൽക്കുന്നുണ്ട്. അടുത്ത പ്ലാന്റ് ഇത് വേറൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കളർ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2-3 പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ പ്ലാന്റിലുണ്ടാകുന്ന ഫ്ലവറും ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ വന്നിരിക്കുമ്പോൾ അടിപൊളിയാണ്. അടുത്തതായിട്ടുള്ളത് ഡബിൾ ഡിലൈറ്റ് ആണ്. ഡബിൾ ഡിലൈറ്റിൻ്റെ നമ്മൾ സെയിലിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഓർഡർ ആവുന്നൊരു വെറൈറ്റിയാണ്. ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ മറ്റുള്ള റോസിനേക്കാളും ഫ്രണ്ടിൽ നിൽക്കുന്നൊരു റോസാണ്. നമ്മൾ ഇന്നലെയും സെയിൽ വിട്ടിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് വരുന്ന സ്റ്റോക്കിൽ ഫ്ലവർ വിരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓരോ പ്ലാന്റ്സും 2 പ്ലാന്റ്സും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും അത് അപ്ഡേഷനായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇന്നലെ ഇതിൻ്റെ ചോദിച്ചപ്പോഴത്തേക്കും സോൾഡ് ഔട്ട് പറയേണ്ടി വന്നു. അത് ആരൊക്കെയാണെന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വന്നവർക്ക് മെസ്സേജ് ഇട്ടേനെ. ഒത്തിരി പേര് വന്നപ്പോൾ നമ്മൾ സോൾഡ് ഔട്ട് അടിച്ച് വിടുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 3 പ്ലാന്റ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. 3 പ്ലാന്റ് അടുപ്പിച്ചേ വരത്തുള്ളൂ. ഡബിൾ ഡിലൈറ്റിൻ്റെ ഒരു 3 പ്ലാന്റ്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അടിപൊളി ഫ്ലവറാണ്, നല്ല ഫ്രാഗ്രൻസാണ്. കാണാനായിട്ട് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഒരു യെല്ലോ ക്രീം കളറും ഒരു പിങ്കല്ല, ഒരു റെഡിഷ് പിങ്കാണ് കേട്ടോ വരുന്നത്. അടുത്തതായിട്ട് ഈ ഒരു കളറാണ്. വെറൈറ്റിയാണ്. നമുക്ക് അങ്ങനെ സാധാരണ റോസിൽ കാണുന്ന കളറല്ല കേട്ടോ. ഇത് വല്ലാത്തൊരു പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ്. മൂഡി ബ്ലൂം എന്നാണ് ഐഡിയ വരുന്നത്. ലാവൻഡർ ഷെയ്ഡും അതിൻ്റെ അറ്റത്ത് പെറ്റൽസിൽ മാത്രം ഒരു കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള, ഒരു ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലോട്ട് പോകുന്നത് പോലുള്ളൊരു റോസാണ്. ഇതിൻ്റെയും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു 3-4 പ്ലാന്റ്സ് മാത്രമേ സെയിലിന് വന്നിട്ടുള്ളൂ. ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമല്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ഒരു 5 പ്ലാന്റ്സൊക്കെ, മാക്സിമം ഒരു 5 പ്ലാന്റ് ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അടുത്തതായിട്ട് ഈ ഒരു സ്ട്രൈപ്പ് റോസ് വരുന്നതാണ്. യെല്ലോയിൽ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും നമുക്കൊരു 3 പ്ലാന്റ് അല്ലെങ്കിൽ 4 പ്ലാന്റ് അത്രയൊക്കെ വരത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് കൊടുക്കുക. കാരണമെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റോക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഫസ്റ്റ് വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാന്റ്സ് ഹോൾഡ് ചെയ്ത് വെക്കില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അടുത്തതായിട്ട് ബേബി പാരഡൈസാണ്. ഈ ആളും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത് ഡബിൾ ഡിലൈറ്റും തമ്മിലാണ് ഡിഫറൻസ് ഉള്ളത്. ഒരേപോലെ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നല്ലതുപോലെ റോസ് അറിയാവുന്നവരൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പറ്റിക്കപ്പെടാനൊക്കെ ചാൻസ് ഉള്ളൊരു റോസാണ് കേട്ടോ ഈ ഡബിൾ ഡിലൈറ്റും ബേബി പാരഡൈസും തമ്മിൽ. അപ്പോൾ നമുക്ക് ബേബി പാരഡൈസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഡബിൾ ഡിലൈറ്റിൻ്റെ അവൈലബിൾ ആണ്. ഇതിനകത്ത് കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലുള്ളത്. പ്ലാന്റ്സ് വേണ്ടത് വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.